ഹായ് എവരി വൺ. എന്തുകൊണ്ടാണ് ഞങ്ങളെ സമൂഹം ആക്സെപ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഞങ്ങളെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യാത്തത്? കരഞ്ഞുകൊണ്ട് ആദില നൂറ അവരുടെ തെറ്റ് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ആദില നൂറയെ കണ്ട് കുറേ പെൺകുട്ടികൾ, ഞാൻ കുറേ കമൻറ്റ് കണ്ടു, ഞങ്ങളും അവരെ പോലെ ജീവിക്കുകയാണ്, അവരെ ബിഗ് ബോസിൽ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പെണ്ണും പെണ്ണുമായി ജീവിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് ഞങ്ങൾക്ക് ചാൻസ് കിട്ടും, അങ്ങനെ പറഞ്ഞ് കുറേ യുവതികൾ കമൻ്റ് ഇടുകയാണ്. അവർക്ക് എല്ലാവർക്കും എന്താണ് ആദില നൂറയുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നത്, ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ആദില നൂറ തന്നെ കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് നൂറയോട് ഒരാൾ ചോദിക്കുകയാണ്, നൂറ, നീയും ആദിലയും എത്ര കാലം ഇങ്ങനെ ജീവിക്കും? നിങ്ങൾക്ക് ഒരു കുഞ്ഞ് വേണ്ടേ? കുറച്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ആര് നോക്കും? അതിന് നൂറ കൊടുത്ത ഒരു മറുപടി നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കാണണം. അതിനുശേഷം നമുക്ക് എല്ലാം വിശദമായിട്ട് ഞാൻ ചർച്ച ചെയ്യാം. ഓക്കെ, സൈസ് എന്താ പറയാ, കുഞ്ഞ് പട്ടിക്കുട്ടിനെ വാങ്ങിയൊക്കെ ചെയ്യുക, അതൊരു പൂടിലെ കപ്പ് സൈസ്, ടീ കപ്പ് സൈസ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ വാങ്ങാനായിട്ടോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ആക്ച്വലി ഞങ്ങളൊരു ആഗ്രഹമാണ്, ഇപ്പോഴൊന്നും അല്ല, കുറച്ച് അധികം. പൊന്നുപ്രേക്ഷകരെ, ഞാൻ ചിരിച്ചതല്ല. അതായത് ഒരു കാര്യം പറയുകയാണ്, നൂറയോട് ഒരാൾ സത്യസന്ധമായിട്ട് ചോദിച്ചു, ഒരു 4-5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിലെ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾക്ക് കുഞ്ഞ് വേണ്ടേ? അപ്പോൾ നൂറ പറയുകയാണ്, ഒരു പട്ടിക്കുട്ടിയെ ഞാൻ വളർത്തുമെന്ന്. പട്ടിക്കുട്ടി ഇവരെ നോക്കും. ഇതൊക്കെ ഒരു ഉത്തരമാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാത്രമാണ് നൂറ എനിക്ക് നിൻ്റെ ഈ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇനിയുമുണ്ട് ഇവർ പറയുന്ന കുറേ കാര്യങ്ങൾ, എല്ലാം നമുക്ക് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ ഇവരെ എന്തുകൊണ്ടാണ് സമൂഹം ആക്സെപ്റ്റ് ചെയ്യാത്തത്? പൊന്നുപ്രേക്ഷകരെ, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യം, അതായത് അധികാരമൊക്കെ ഏറ്റെടുത്തു, എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അങ്ങനെ മൈക്ക് കൊടുക്കുമല്ലോ. ആ സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്, ഇവിടെ പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നതും ആണുമായി ജീവിക്കുന്നതും ഞാൻ വിലക്കി. ഇനി അമേരിക്കയിൽ അങ്ങനെയുള്ളവർ വേണ്ട, ഇവിടെ ആണും പെണ്ണുമായി ജീവിക്കുന്നവർ മതിയെന്ന് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഭാവിയിൽ അനുഭവിക്കുന്ന, അതായത് കുറേ പേര് ഇപ്പോൾ ഞങ്ങൾ ഇന്നു മുതൽ പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നു, അതാണ് കൂടുതലായി എൻജോയ്മെൻറ്റ് കിട്ടുന്നത്, അങ്ങനെ പറഞ്ഞ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഭാവി ഇല്ലാതായി പോകും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ പറയുന്ന ആദില നൂറ ഇവർ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് വലിയൊരു ഫാമിലിയല്ലേ ഇല്ലാതായത്? അതായത് ഇവരുടെ കുട്ടികളുടെ കുട്ടി അങ്ങനെ പറഞ്ഞിട്ട് എത്ര ഫാമിലിയാണ് ഇല്ലാതായത്? അതുകൊണ്ട് അതൊക്കെ ഓർത്തിട്ടാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഇവരെ ആക്സെപ്റ്റ് ചെയ്യാത്തത്. പിന്നെ ഇവരെ നമ്മളാരും ആക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ പറയാം. ഫൈസൽ മലബാറിൻ്റെ വീട് കൂടിക്ക് ഇവർ പോയപ്പോൾ ഇവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത് കണ്ടിട്ട് നാളുകളിൽ സമൂഹത്തിലുള്ള പെൺകുട്ടികൾ ഇവരെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇവരുടെ വലിയൊരു തെറ്റുണ്ട്. അതായത് ഇവർ പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നത് മാത്രമല്ല, മറ്റു മതസ്ഥരെയും കൂടി ഇവർ കളിയാക്കുകയാണ്. ഇവരുടെ ഒരു 4-5 മാസം, അതായത് 5-6 മാസം പിന്നിലുള്ള ലൈവ് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. വളരെ അതായത് ഇവരൊരു മുസ്ലിം സമൂഹത്തിൽ നിന്ന് വന്നവരാണ്. മുസ്ലിം സമൂഹത്തെ എന്തുമാത്രം തെറിയാണ് ഇവർ വിളിക്കുന്നത്. റമദാൻ മാസം ഒരു എക്സാമ്പിൾ പറയുകയാണ്, റമദാൻ മാസത്തിൽ നല്ലവരായ എല്ലാ ഹൈന്ദവരും ക്രിസ്ത്യാനികളും പിന്നീട് വരുന്ന എല്ലാ മുസ്ലിമീങ്ങളും റംസാൻ മാസത്തിന് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. ഹൈന്ദവർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ സൗദി അറേബ്യയിൽ, ഞാൻ +2 കഴിഞ്ഞ ഉടനെ സൗദിയിൽ 3 വർഷം പണിയെടുത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ പണിയെടുക്കുമ്പോൾ എൻ്റെ ഒപ്പം ഒരു ക്രിസ്ത്യാനിയും 2 ഹൈന്ദവ സഹോദരങ്ങളും എൻ്റെ ഒപ്പം പണിയെടുക്കുന്നുണ്ട്. ഞാൻ മുസ്ലിമാണ്. അപ്പം ഞാൻ നോമ്പെടുക്കുന്ന സമയത്ത് സത്യം പറയുകയാണ്, ഓക്കെ, ദൈവത്തെ സത്യം നിർത്തി ഞാൻ പറയുകയാണ്, ഇവർ ഒരിത്തിരി പച്ചവെള്ളം പോലും കുടിക്കുന്നില്ല എനിക്ക് തരുന്ന റെസ്പെക്റ്റ്. നിങ്ങൾ ചിന്തിക്കും. അതായത് അവർ ഇപ്പം ഞാൻ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായ 2 ഹൈന്ദവ സുഹൃത്തുക്കളും ഒരു ക്രിസ്ത്യാനി സുഹൃത്തും വൈകുന്നേരം, അതായത് ആ ബാങ്ക് കൊടുക്കുന്ന സമയം വരെ ഒന്നും കഴിക്കുന്നില്ല. കാരണം എനിക്ക് തരുന്ന ഒരു റെസ്പെക്റ്റാണ്. അവർ ഭക്ഷണം കഴിക്കുന്നത് ബാങ്ക് കൊടുത്ത സമയത്താണ്. അവർ പോലും അതായത് റമദാൻ മാസത്തിൽ റെസ്പെക്റ്റ് വെക്കുന്നുണ്ട്. ആ റമദാൻ മാസത്തിൽ ഈ പറയുന്ന ആദില നൂറ പച്ചക്ക് വെള്ളം കുടിച്ചും ഭക്ഷണം കഴിച്ചും ഉസ്താദന്മാരെ തെറി വിളിച്ചും ലൈവ് ഇടുകയാണ്. അപ്പോൾ ഇവരെ ആക്സെപ്റ്റ് ചെയ്യുമോ? ഫൈസൽ മലബാറിന് അവിടെ സംഭവിച്ചത് അതാണ്. ഇവർ പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നത് മാത്രമല്ല,
ഒരു സമൂഹത്തെ കളിയാക്കുകയാണ് ഉസ്താദന്മാർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയും, ഇപ്പോൾ എല്ലാ മതത്തിലും സ്വാമിമാർ പ്രസംഗിക്കും, പള്ളിയച്ചന്മാർ പ്രസംഗിക്കും, ഉസ്താദന്മാർ പ്രസംഗിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം. അതായത് മതം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ ഹൈന്ദവ മതം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ പറയുന്ന സ്വാമി പറയുന്നത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ നിരീശ്വരവാദിയാണ്, നിങ്ങൾക്ക് മിണ്ടാണ്ടിരിക്കാം. ഇവിടെ ഈ പറയുന്ന ആദില നൂറയ്ക്ക് മുസ്ലിം മതത്തിൽ അവർക്ക്, അതായത് മുസ്ലിം മതത്തിൽ വിശ്വാസമില്ല, ഓക്കെ, മിണ്ടാണ്ടിരുന്നൂടെ. അവർ ഈ പറയുന്ന ഉസ്താദന്മാർ പ്രസംഗിക്കുന്നതിനെ കളിയാക്കുകയാണ്. റമദാൻ മാസത്തിൽ ഞങ്ങൾ നോമ്പൊന്നും എടുക്കൂല, പക്ഷേ ഞങ്ങൾ, അതായത് ഇവർ തന്നെ ലൈവിൽ പട്ടാപകൽ ഭക്ഷണം കഴിക്കുന്ന ലൈവ് ഇട്ടിട്ട് ഉസ്താദന്മാരെ തെറി വിളിച്ചിട്ട് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോ ഇടുമ്പോൾ ഇവരെ സമൂഹം ആക്സെപ്റ്റ് ചെയ്യുമോ? ഒന്നെങ്കിൽ പെണ്ണുമായി ജീവിച്ച് മിണ്ടാണ്ട് ജീവിക്കാം. ഇവരങ്ങനെയൊന്നുമല്ല. ഒരു സൈഡിൽ മതത്തെ കളിയാക്കുന്നു. അതുകൊണ്ടാണ് സമൂഹത്തിൽ ഇവരെ ആരും ആക്സെപ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ വിഷയത്തിലേക്ക്, രണ്ടാമത്തെ വിഷയമാണ് ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഇവരെ വീട്ടിലേക്ക് വിളിക്കാത്തത്. പൊന്നുപ്രേക്ഷകരെ, ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിക്കാമെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ഇതുവരെ വിളിച്ചിട്ടില്ല. ഇനി വിളിക്കോ? 100ൽ 95% വിളിക്കാതിരിക്കാനാണ് ചാൻസ്. അതായത് ഈ പറയുന്ന മോഹൻലാലിന് നല്ല ഫാൻസ് ഉണ്ട്. അതെല്ലാം കുറേ ഫാൻസ് അൺഫോളോ ചെയ്തു പോയി എന്നാണ് സത്യം. ഇവർക്ക് സപ്പോർട്ട് കൊടുത്തു എന്നതിൻ്റെ പേരിൽ. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ലാലേട്ടനോട് ചോദിച്ചത്, നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും പെണ്ണുമായി ജീവിക്കുന്ന നാളെ, അതായത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, ലാലേട്ടൻ്റെ ഫാമിലിയിൽ നിന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണ് വന്ന് പറയുകയാണ്, ഞാൻ നാളെ മുതൽ മറ്റൊരു പെണ്ണുമായി ജീവിക്കുന്നു, എനിക്ക് ആണിനോട് ഇഷ്ടമില്ല, പെണ്ണുമായി ജീവിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ ലാലേട്ടൻ എന്ത് പറയും? അങ്ങനെയാണ് ലാലേട്ടനോട് കുറേ പേര് ചോദിച്ചത്. ഉത്തരമില്ല ലാലേട്ടന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയിൽ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വിളിക്കാമെന്ന് ലാലേട്ടൻ പറഞ്ഞതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞ് പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി വിളിക്കോ എന്നതിൽ എനിക്ക് സംശയം മാത്രമാണ്. കാരണം വിളിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഇമേജാണ് അവിടെ ഇല്ലാതാവുന്നത്. ഫൈസൽ മലബാർ വിളിച്ചിട്ട് ഫൈസൽ മലബാറിൻ്റെ ഇമേജാണ് ഇല്ലാതായത്. ഓക്കെ, അതുകൊണ്ട് ലാലേട്ടൻ വിളിക്കില്ല എന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ മൂന്നാമതായി ഇവർ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുകയാണ്. എങ്ങനെ നോക്കും? ഇപ്പോൾ ഇത് കാണുന്ന ആദില നൂറയെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സ്വന്തം മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിമാർ ഇങ്ങനെ നാളെ നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയുന്നു, ഞങ്ങൾ പെണ്ണുമായി ജീവിക്കും, നിങ്ങൾ എതിർക്കുന്നു. അതിനുശേഷം അവർ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ എതിർത്തത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പെണ്ണുമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഇല്ലാതാവും, അതൊരു ജീവിതമല്ല. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ അവരുടെ നല്ലതിന് വേണ്ടി നിങ്ങൾ അങ്ങനെ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങൾക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഇവിടെ ഇവരുടെ സംഭവത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. നൂറയുടെ ബാപ്പാക്ക് കേസ് കൊടുക്കുകയാണ്, ആദിലയുടെ ബാപ്പാക്ക് കേസ് കൊടുക്കുകയാണ്. എങ്ങനെ ഇരിക്കുന്നത്? അതായത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇവരെ വലുതാക്കിയതിന് ശേഷം, നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം ഇങ്ങനെയൊമാർ ചെയ്യുമ്പോൾ, അതായത് അങ്ങനെ പോവണ്ട, നിങ്ങൾ പോകുന്നത് തെറ്റായ പാതയിലാണ്, നിങ്ങളൊരു ആണിനെ വിവാഹം കഴിക്കൂ എന്ന് പറയുമ്പോൾ ഇവർക്കെതിരെ, അങ്ങനെ പറഞ്ഞവർക്കെതിരെ കേസ് കൊടുത്തവരല്ലേ. പിന്നെ ഇവരെ ഒരിക്കലെങ്കിലും തിരിഞ്ഞു നോക്കോ? അഥവാ ഒരു കാര്യം കുറേ പേര് പറയുകയാണ്, ബിഗ് ബോസിൽ എന്തുകൊണ്ട് നൂറയുടെ ബാപ്പ വന്നില്ല, ആദിലയുടെ ഫാമിലി വന്നില്ല? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ, അതായത് ആദിലയുടെയും നൂറയുടെയും ഫാമിലി ബിഗ് ബോസിലേക്ക് വന്നു എന്ന് നിങ്ങൾ കരുതുക എക്സാമ്പിൾ. പിന്നെ ഈ വന്ന ബാപ്പാക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ചിലപ്പോൾ കല്ലേറടക്കം വീയും, എന്തിനാണ് മക്കളെ അങ്ങനെ വളർത്തിയതെന്ന് പറഞ്ഞിട്ട്. സത്യം നിങ്ങൾ തന്നെ ഉണ്ടോ കേരളത്തിൽ ഈ ആദില നൂറ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ആദിലയോടും നൂറയോടും സ്നേഹപൂർവ്വം പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് പട്ടിക്കുഞ്ഞ് ഞങ്ങളെടുത്ത്, എത്ര കാലം പട്ടിക്കുഞ്ഞെടുത്ത് നിങ്ങൾ ജീവിക്കും? ഒരു പട്ടിക്കുഞ്ഞ് കൂടിപ്പോയാൽ 4-5 വർഷം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തെറ്റ് മനസ്സിലാക്കി ഇനിയും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആദില ബിഗ് ബോസിലും കുറേ ആയിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂവിലും പറയുന്നത്, പുരുഷനായിട്ട് എനിക്ക് സെക്സ് ചെയ്യാൻ ഇഷ്ടമില്ല. അതായത് ഞങ്ങളൊരു അങ്ങനെയുള്ളവരാണ്, ഞങ്ങൾക്ക് പുരുഷന്മാരോട് അട്രാക്ഷൻ ഇല്ല, സ്ത്രീകളോട് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു പൊരുത്തം. അപ്പോൾ ആദിലോട് ഞാൻ പറയുകയാണ്, ഇത് ഇന്ത്യ രാജ്യമാണ്, ഇവിടെ ഹോസ്പിറ്റലുണ്ട്, എല്ലാത്തിനും ഡോക്ടർമാരുണ്ട്. നല്ലൊരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് തന്നാൽ നിങ്ങളുടെ പ്രശ്നമില്ലാതാവും. നിങ്ങൾക്ക് അങ്ങനെ ആ ഡോക്ടർ തരുന്ന മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ
ഒരാണിനെ വിവാഹം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതായത് നിലവിൽ എന്താണോ കിട്ടാത്തത് അത് കിട്ടും. പിന്നെ കുടുംബമായിട്ട് ജീവിക്കുന്നതല്ലേ ആദില നല്ലത്. അങ്ങനെയല്ലേ? നമുക്കിപ്പോൾ ഇപ്പോൾ പ്രശ്നമില്ലാത്ത ആൾക്കാരില്ല ലോകത്ത്. പടച്ചവൻ എല്ലാവരും പടച്ചത് എല്ലാവർക്കും ഒരു തെറ്റല്ലെങ്കിൽ ഒരു തെറ്റുണ്ട്, ഒരു കുറവില്ലെങ്കിൽ ഒരു കുറവുണ്ട്. ചിലർ ഹൈറ്റ് ഉണ്ടാവും, മറ്റു ചിലർ തീരെ ഹൈറ്റ് ഉണ്ടാവില്ല, പിന്നെ തടി ഉണ്ടാവും, ചിലർ തടി ഉണ്ടാവില്ല, ഒരു ചെവി കേൾക്കും, ഒരു കണ്ണ് കേൾക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ഈ ദുനിയാവിൽ എല്ലാവർക്കും, അതായത് ഒരുത്തന് ഓക്കെ എന്ന് പറയുന്ന ഒരാളും ഈ ലോകത്തില്ല. ഓക്കെ, എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, പക്ഷെ നമ്മൾ ആ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നതല്ല. ഇപ്പൊ കാളില്ലാത്തവർ എനിക്ക് കാളില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നോ? ഇല്ല, മറ്റേ ഇത് കമ്പിയൊക്കെ എങ്ങനെങ്കിലും നടക്കുന്നില്ലേ, പ്ലാസ്റ്റിക് കാളൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ ട്രൈ ചെയ്യേണ്ടതാണെന്നാണ് ഞാനിവിടെ ആതിരയോട് പറയുന്നത്. ഓക്കെ, നിങ്ങളെ സമൂഹം ആക്സെപ്റ്റ് ചെയ്യും. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ പറയുന്ന നൂറ ബിഗ് ബോസ് വിന്നർ ആവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സത്യം ഞാൻ പറഞ്ഞത്. അതായത് ആദില നൂറയുമായിട്ടൊരു ബന്ധമില്ലായിരുന്നെങ്കിൽ ഇവർ, അതായത് ആദില ഒരു കണ്ടസ്റ്റൻ്റ്, നൂറ ഒരു കണ്ടസ്റ്റൻ്റ്, ഇവർക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവർ സമൂഹത്തിൽ, അതായത് ഈ പറയുന്ന ബാക്കി അനുമോളെ പോലെ അങ്ങനെ കളിക്കുന്നവർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതായത് ഈ റിലേഷൻ അല്ലാതെ ഇവർ ബിഗ് ബോസിൽ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ നൂറയായിരുന്നു ടൈറ്റിൽ വിൻ ചെയ്യേണ്ടത്. ആദില നൂറ ഇവർ ഒരുമിച്ചാണല്ലോ, പെണ്ണുമായിട്ടാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ബിഗ് ബോസ് വിജയിക്കാത്തത്. അപ്പോൾ ഇതിനെപ്പറ്റി ആദില കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നൂറയെ ബിഗ് ബോസ് ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഡിസ്കവർ ചെയ്യാൻ പറ്റിയത് ഇവക്ക് അതെനിക്ക് ഓൾറെഡി അറിയാം. പക്ഷെ അത് സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വരെ നല്ല വിൽ പവർ ഉള്ള ഒരു കുട്ടിയാണ്. കാരണം ടിക്കറ്റ് ഫിനാലയിൽ അത്ര എന്താ പറയുക, ഫിസിക്കലി ഇവളെക്കാളും ഫിറ്റായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ലാസ്റ്റ് ആര്യൻ, സാബു, നൂറ ഇവരുടെ ഇതിൽ ആ തൂങ്ങിക്കിടക്കുന്ന ടാസ്കും ആ കൈപൊന്തി പിടിച്ചിട്ടുള്ള സംഭവത്തിലൊക്കെ ഭയങ്കര ഇതായിട്ട് ഹെൽത്തൊക്കെ അത്ര വേഴ്സ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിലും നല്ലോണം അവൾ നിന്ന്. അത് അവളുടെ എനിക്ക് തോന്നുന്നു ഫിസിക്കൽ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ മെന്റൽ സ്ട്രെങ്ത് ആയിരുന്നു മുന്നിൽ നിന്നെന്നുള്ളത്. വേണം എന്നുള്ളൊരു വാശി, വീക്കാണെന്ന് കാണിച്ചു നിന്ന ആൾക്കാരുടെ മുന്നിൽ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അവൾക്ക് ആ ഒരു ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞാൽ ഫൈനൽ 5 ആണല്ലോ, അതിൽ കയറണം എന്നുള്ള ഒരു എയിം ചെയ്താൽ ഒന്നും കൂടെ അവളെ അച്ചീവ് ചെയ്യാൻ അവൾക്ക് പറ്റും എന്നുള്ളത് എനിക്ക് കാണിച്ചെന്ന് ഒന്നും കൂടെ അവൾക്ക് തന്നെ അത് പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവള്. കാരണം ചില സമയത്ത് കോൺഫിഡൻസ് ലൂസായി പോണ റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു ആളാണ് ഇവള്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളൂ, അങ്ങനെ എന്തെങ്കിലും അവള് കുറച്ച് കോൺഫിഡൻസ് ലൂസ് ആവുന്ന ഒരു ടൈമാണെങ്കിൽ അന്ന് അതിന് നിൽക്കാമെങ്കിൽ മോക്ക് ഇനി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അവളുടെ എക്സ്പീരിയൻസ് തന്നെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. സോ അത് പിന്നെ അവള് പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. ദാറ്റ് സംതിങ് ഐ ലേൺഡ്. സത്യം പറഞ്ഞാൽ നല്ല കഴിവുള്ള കുട്ടികളാണ്. ഓക്കെ, ആരുടെ കണി കണ്ടിട്ടാണ് ഇങ്ങനെ ആയതെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. ഓക്കെ, അതായത് നിലവിൽ ഇവർ വിചാരിച്ചത് ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും, ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യോ, അങ്ങനെയൊക്കെയാണ് ഇവർക്ക് പേടി. ഇല്ലെങ്കിൽ ഇവർ എപ്പോഴേ പിരിഞ്ഞേനെ. ആതിരയോടും നൂറയോടും ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ് ഞാൻ പറയുന്നത്, എഴുതി വെച്ചോളൂ, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ കേസല്ല എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ അവർ മറക്കും. മക്കളാണ്. നിങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന നൂറയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 100% ആക്സെപ്റ്റ് ചെയ്യും. സത്യമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു ബന്ധം നോക്കി നിങ്ങൾക്ക് വിവാഹം അടക്കം കഴിക്കാം. ഇതിപ്പോൾ നടന്നു. സത്യം 2-3 വർഷം, അതായത് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ചെയ്താൽ ഓക്കെ. നിങ്ങൾ ഒരു കാര്യം, ഇപ്പോൾ എത്ര പേർ ഡിവോഴ്സ് ആവുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് സമയമുണ്ട്. സത്യം ഞാൻ പറയുന്നത്, ഈ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജീവിതമുണ്ട്. ലേട്ടാവുന്നിടത്തോളം ജീവിതം ഇല്ലാതാവുന്നതാണ്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എൻ്റെ നല്ലതിനൊന്നുമല്ല. അപ്പോൾ കുറേ പേര് പറയുകയാണ്, ഇവരെ ആക്കി പറയുകയാണ്, പാവം ഇവർ മനസ്സിലാകുന്നില്ല, നിങ്ങൾ ഞങ്ങൾക്ക് കാണണം, നിങ്ങളുടെ ഫാനാണെന്നൊക്കെ. ഇവരുടെ ഫാനൊന്നല്ല. കുറച്ച് പേര് പറയുന്നുണ്ട്, ആദില നൂറ നിങ്ങളെ നേരിട്ട് ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അവരോട് നൂറ പറയുന്നുണ്ട്. നമുക്ക് ആ ദിവസം ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഞാൻ നിങ്ങളെ വലിയ ഫാനാണ്, ഒത്തിരി ഇഷ്ടമാണ്. ഐ ലവ് യു. ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങളെ കാണാൻ. നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഓൺലൈൻ മീറ്റപ്പ് വെക്കാം. അപ്പം എല്ലാവരെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാം, സംസാരിക്കുക ഒക്കെ ചെയ്യാം. ഓക്കെ, നൂറ പറയുന്നത് ഓൺലൈനായിട്ട് അവരെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഓൺലൈനിൽ സംസാരിക്കുന്ന ഒരു സംവിധാനം നൂറ റെഡിയാക്കുമെന്നാണ്. അപ്പോൾ ഇവരുടെ ഈ ലൈവ് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു ഫ്രണ്ട് അയച്ചു തന്നപ്പോൾ ഞാൻ ഇവരുടെ മുമ്പത്തെ ലൈവും ഇപ്പോഴത്തെ ലൈവും ജസ്റ്റ് നോക്കി. അതായത് ഇവരുടെ ഒരു മുഖത്തിലുള്ളൊരു വ്യത്യാസം വല്ലാതെ. മുമ്പ് നല്ല അഹങ്കാരത്തോടാണ് ലൈവ് ഇട്ടത്, പക്ഷെ ഇപ്പോൾ ഒരു പുച്ഛം. ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയായി, ഞങ്ങൾ എന്തുകൊണ്ട് സമൂഹത്തിൽ ഒരു വെറുപ്പിക്കുന്നവരായി, അങ്ങനെയൊക്കെയാണ് ഇവർ പേഴ്സണലി നിലവിൽ ചിന്തിക്കുന്നത്. ഇവരുടെ ബോഡി ലാംഗ്വേജ്
പക്ഷേ ഇവരുടെ വർത്താനം കേട്ടിട്ട് ഞാൻ പേഴ്സണലി വിചാരിക്കും ഉടൻ പിരിയും, പക്ഷെ പേടിയാണ്. ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകും, ഞങ്ങളുടെ ലൈഫ് എന്താവും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊന്നും പേടിക്കണ്ടെന്നാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. നിങ്ങളുടെ ജീവിതമാണ്, ഇനിയും സമയമുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ജീവിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്, ഒന്ന് അപ്ഡേറ്റ് ആവുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.